പക്ഷെ അത് നന്നായിട്ട് നയിക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പെണ്ണുങ്ങളെ 7 അയലെ തടുപ്പിക്കരുത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, പതിവ് പോലെ പുതിയൊരു വീഡിയോക്കകത്തോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. അൻസിബ ഹസനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയ പറയുന്ന ചില കാര്യങ്ങളാണ്. അൻസിബ തികഞ്ഞ മദ്യപാനിയാണ്, അവർ റൂമിൽ പാതിരാത്രിക്ക് ഏതോ ഒരാളെ വിളിച്ച് കയറ്റി, മുഖം മറച്ചൊരു ആളായിരുന്നു, നോക്കുമ്പോൾ കട്ടിലിരിക്കുകയായിരുന്നു. ആരാന്ന് ചോദിച്ചപ്പോൾ സഹോദരനാണെന്ന് പറഞ്ഞു. സഹോദരൻ എന്തിനാണ് മുഖം പൊത്തി റൂമിൽ വരുന്നത്? എന്തിനാണ് സഹോദരൻ ഒരു സമയത്തിൽ കൂടുതൽ സഹോദരിയുടെ കൂടെ റൂമിലിരിക്കുന്നത്? അതും ആ സമയത്ത് ഏതെങ്കിലും ഒരു സഹോദരൻ സഹോദരിയുമായിട്ട് വളർന്നതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമോ, അങ്ങനെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മിപ്രിയൻ്റെ കുറേ അപരാധ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാനിടയിൽ അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇന്നിപ്പോൾ മല്ലിക സുകുമാരൻ്റെ ഒരു വീഡിയോ കാണാനിടയിൽ ഈ അമ്മ എന്ന് പറയുന്ന അസോസിയേഷനകത്ത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കുറേ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള കുറച്ച് ക്രിമിനൽസ് എന്നൊക്കെ നമുക്ക് ആരും വിശേഷിപ്പിക്കാം. കാരണം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. സ്വന്തം ഇഷ്ടത്തിന് തനിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള എല്ലാ ലൈസൻസും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തുണ്ട്. അതെല്ലാം പൊളിച്ചടുക്കി കൈ കൊടുത്തൊരു വ്യക്തിയാണ് അൻസിബ ഹസൻ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി, പുലിക്കുട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പെൺകുട്ടി വന്നിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയാണ്. അതിലെ നെറിയേടും കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി ഉത്തരം മുട്ടിയ സമയത്ത് എല്ലാവരും അങ്ങോട്ട് കൂട്ടരാജി വെച്ച് അങ്ങ് പുറത്തുപോയി. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ശ്വേതാമേനോനുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ പേരിൽ മാത്രം ഈ മല്ലിക സുകുമാരൻ വന്നിട്ട് അൻസിബേനെ കുറ്റപ്പെടുന്ന രീതിയിലൊരു ഓഡിയോ ബൈറ്റ്സും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇവരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ചില റെസ്പെക്റ്റും കാര്യങ്ങളും അവർ പറയുന്ന വേർഡ്സിൽ അവർ പറയുന്ന അർത്ഥങ്ങളിലെല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അത് അങ്ങോട്ട് തീരെ ഇല്ലാണ്ടായി പോവുക ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അൻസിബ പറഞ്ഞ ആരോപണങ്ങളിൽ തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു കൂട്ടരാജി ഉണ്ടായിട്ടുള്ളത്? പോരാത്തതിന് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പാകത്തിന് ഒരു തെളിവ് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സോ തെളിവുകളും ക്രമക്കേടുകളും എല്ലാം അവർക്കെതിരായതുകൊണ്ടാണ് അവർ കൂട്ടരാജി വെച്ചതും ഹൻസിബയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുപോലും മനസ്സിലാക്കാതെ വ്യക്തിബന്ധങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് അതിനകത്ത് നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും മറച്ചു വെച്ചുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ടീംസിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വെറും അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ്. മല്ലിക സുകുമാരൻ ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും പുള്ളിക്കാരി പറയുന്ന കാര്യം ഒന്ന് കേട്ടേക്കാം. ഒത്തിരി ആൾക്കാരുണ്ട് പണങ്ങളൊന്നും വലുതായിട്ടില്ലാത്തവർ. അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് നയിക്കണം. അത് ശരിയാണ്, ഇത് നന്നായിട്ട് നയിക്കണം. പക്ഷെ ഇത് നന്നായിട്ട് നയിക്കാൻ പാകത്തിന് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരുടെ കയ്യിലായിരുന്നില്ല ഭരണം എന്നുള്ളതാണ് വാസ്തവം. ശ്വേതാമേനോനും മറ്റും ആ ഗ്രൂപ്പിലെ മറ്റാരെങ്കിലും അനുഭവിക്കുന്ന ക്രൂരതകളോ മറ്റോ എന്തെങ്കിലും തുറന്നു പറയുന്ന സമയത്ത് അതിന് നേരാവണ്ണം ആക്ഷൻ എടുക്കാനോ അത് അന്വേഷിക്കാനോ ഒരു നേതൃത്വ മനോഭാവം ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അൻസിബയ്ക്ക് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. നേരാവണ്ണം ടിനി ടോമിൻ്റെ അടുത്തും ലക്ഷ്മിപ്രിയയുടെ അടുത്തും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുകയും അതിലൊരു തീരുമാനം അതിനകത്ത് തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ അമ്മയ്ക്ക് വരത്തില്ല. അപ്പം വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റും കൂടെ ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പക്ഷെ അത് നന്നായിട്ട് നയിക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പെണ്ണുങ്ങളെ 7 അയലെ തടുപ്പിക്കരുത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൻസിബ ഹസന് ഒരു ശത്രുതാ മനോഭാവമാണ് ഇവരിത് നല്ല രീതിയിൽ നയിക്കുന്നത് കൊണ്ട് എന്നുള്ളതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കൃത്യമായി എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ടാണ് അതിനകത്ത് നടക്കുന്ന അഴിമതികൾ ഉൾപ്പെടെ പല കാര്യങ്ങളും പറയുന്നത്. ആ ഒരു മരുന്ന് ബിസിനസ്, കലാകാരന്മാർക്ക് കിട്ടേണ്ട അവസരങ്ങളും കൂടെ തട്ടിയെടുത്തിട്ട് ഇവരത് കൈയടക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിങ്ങനെ ഒരു അഴകുഴനായ കേസായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉടലെടുത്ത സമയം തൊട്ട് നമ്മൾ ആ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്നലെ ലക്ഷ്മിപ്രിയയുടെ ചൊറിഞ്ഞ വർത്താനവും മറ്റും കണ്ട സമയത്ത് സഹിക്കാൻ പറ്റാനാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇന്നിപ്പോൾ അതേപോലെ നോക്കുന്ന സമയത്ത് വീണ്ടും മല്ലിക സുകുമാരൻ്റെ ഒരു ചൊറിഞ്ഞ വർത്താനം വീണ്ടും കാണാനിടയായി. അതാണ് വീണ്ടും നമ്മൾ ഈ ഒരു വിഷയത്തിൽ എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇനി നടി ഹൻസിബ ഹസൻ ഉന്നയിച്ച പരാതികളൊന്നും തന്നെ തെറ്റാണെന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള ഔദ്യോഗിക തെളിവുകളോ മറ്റോ ഒന്നും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ശ്വേതാമേനോൻ ഉൾപ്പെടെ ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ ടിനി ടോം ഉൾപ്പെടെ ആർക്കും തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പാകത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻസിബ് ഉന്നയിച്ചിട്ടുള്ള ആഭ്യന്തര തർക്കങ്ങളും എമൗണ്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ സുതാര്യത കുറവും എല്ലാം തന്നെയാണ് ഈ ശ്വേതാമേനോൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാജിവെച്ച് പോകാനുള്ള പ്രധാന കാരണം. അവർക്ക് ഉത്തരമില്ല. കാരണം അങ്ങനെയുള്ള ക്രമക്കേടുകളും മറ്റു പലതും അതിനകത്ത് നടന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വ്യക്തിപര ബന്ധങ്ങൾക്കും മാത്രം മുൻഗണന നൽകിക്കൊണ്ട് അവരെ ഒരു വക പ്രതിഷ്ഠയാക്കി ചിത്രീകരിച്ചിട്ട് അതിനെതിരെ സംസാരിച്ച ആൾക്കാരെ മോശക്കാരാക്കുന്നത് അത്ര ശരിയായ ഏർപ്പാടല്ല. ഇതിനു മുമ്പ് അമ്മയിൽ പല ക്രമക്കേടുകളും മറ്റും സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ എതിർത്ത് പറഞ്ഞിട്ട് വരെ അതിനകത്ത് നീതി കിട്ടാത്ത പെണ്ണുങ്ങൾ പുറത്തു വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. അമ്മയെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
അപ്പം എന്തിനാണ് നിയമം കോടതികളുള്ള സമയത്ത് തർക്കങ്ങളും കാര്യങ്ങളും അതിനകത്തല്ല പരിഹരിക്കേണ്ടത്. വ്യക്തിപരമായ തർക്കങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് അവരെന്നോട് ഇത് പറഞ്ഞ് പിച്ചി മാന്തി നുള്ളി അതൊക്കെ നിങ്ങൾ അതിനകത്ത് വെച്ച് പരിഹരിക്കുന്ന മാതിരിയല്ല ഈ വർഗീയത ആക്ഷേപങ്ങൾ ഇതാക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ ഒരാൾ അത്രയും മണിക്കൂർ നേരം ബുദ്ധിമുട്ടാക്കുന്നത്, ലൈംഗിക ചൂഷണം നേരിട്ട ഒരു സ്ത്രീക്ക് നിങ്ങൾ ഗ്രൂപ്പിനകത്ത് വെച്ചിട്ട് സംസാരിച്ചിട്ട് അവർക്ക് നീതി എന്ന പോലെ മറ്റെന്തോ ഒരു സാധനം വാങ്ങിക്കൊടുക്കുന്നത് എല്ലാം പുറത്തറിയാതിരിക്കാൻ വേണ്ടി മറച്ചു വെക്കുക. അതാണ് നിങ്ങളെ അമ്മ എന്ന് പറയുന്ന സംഘടന ചെയ്യുന്നത്. സിനിമാ നടന്മാരുടെയും നടിമാരുടെയും നിങ്ങളുടെ ഈ കലാകാരന്മാരുടെ ഇടയ്ക്കുള്ള ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ, ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അതിനകത്ത് മറച്ചു വെക്കുക എന്നുള്ളതാണ് ഈ അമ്മ സംഘടന. എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്ന ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി എടുത്തിട്ട് നീതി എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന രീതിയിൽ എന്തെങ്കിലും അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു വിഷയം അങ്ങോട്ട് അടിച്ചമർത്തി സപ്രസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കുക. അതാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ അൻസിബ അതിന് തയ്യാറായിട്ടില്ല. പുള്ളിക്കാരിക്ക് നേരിട്ട അപമാനത്തിന് വ്യക്തമായ രീതിയിൽ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് മറുപടി കൊടുത്തിട്ടുള്ളത്. ഈ പുള്ളിക്കാരിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് എന്തോ ശ്വേതാമേനോട് വല്ലാത്ത വ്യക്തിപരമായ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.